വർഷം 2013. ലോസ് ഏഞ്ചലസിലെ ഒരു ഹോട്ടലിൽ നടന്ന സംഭവം ഇന്നുവരെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിദ്യാർത്ഥിനി രഹസ്യമായ രീതിയിൽ കാണാതാവുകയും പിന്നീട് കണ്ടെത്തിയത് അവളുടെ മൃതദേഹം ഹോട്ടലിന്റെ മേൽക്കൂരയിലെ വാട്ടർ ടാങ്കിനുള്ളിൽ. ആ വിദ്യാർത്ഥിനിയുടെ പേര് എലീസ ലാം. അവളുടെ അവസാന ദൃശ്യം ഒരു CCTV ക്യാമറയിലാണ്. എലിവേറ്ററിൽ അവൾ വിചിത്രമായി പെരുമാറുന്നു, വിവിധ ബട്ടണുകൾ അമർത്തുന്നു, കോണിൽ ഒളിക്കുന്നു, ഒരാളോട് സംസാരിക്കുന്നത് പോലെ കൈകൾ കൊണ്ട് ചിഹ്നങ്ങൾ കാണിക്കുന്നു. പിന്നീട് അവൾ എലിവേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അതിനുശേഷം അവളെ ആരും തന്നെ കണ്ടിട്ടില്ല. ആരും. ഒരാഴ്ചയ്ക്ക് ശേഷം ഹോട്ടലിൽ ഉണ്ടായിരുന്ന താമസക്കാർ പറഞ്ഞു തുടങ്ങി, വെള്ളത്തിന് വിചിത്രമായ രുചി, നിറം. പരാതിയെ തുടർന്ന് സ്റ്റാഫ് ഹോട്ടലിന് മുകളിലുള്ള വാട്ടർ ടാങ്ക് പരിശോധിച്ചപ്പോൾ അവിടെ എലീസ ലാമിൻ്റെ മൃതദേഹം. മയക്കുമരുന്നോ മദ്യമോ ഇല്ല, ശരീരത്തിൽ പരിക്കുകളില്ല. പോലീസ് കേസടിച്ചു, ആകസ്മികമായ മുങ്ങിമരണമെന്ന്. പക്ഷേ ലോകം ചോദിച്ചു, അവൾ എങ്ങനെ ടാങ്കിനുള്ളിൽ കയറി? എലിവേറ്റർ അങ്ങനെ പ്രവർത്തിച്ചത് എന്തുകൊണ്ട്? അവൾ ആരോടാണ് സംസാരിച്ചത്? ആ വാട്ടർ ടാങ്ക് തുറക്കാൻ പറ്റുന്നത് അവിടുത്തെ സ്റ്റാഫുകൾക്ക് മാത്രമായിരുന്നു. ഇന്നുവരെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആരും തന്നെ കണ്ടെത്തിയിട്ടില്ല. എലീസ ലാമിൻ്റെ മരണം ഇന്നും അതേപോലെ ഒരു അവസാനമില്ലാത്ത രഹസ്യമായി തുടർന്നുകൊണ്ടിരിക്കുന്നു.